ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇത് നമ്മൾ കണ്ണൂർ പോയപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളാണ്. വയലപ്ര എന്ന സ്ഥലത്ത് വയലപ്ര കായൽ എന്നാണ് പറഞ്ഞത്. അവിടെ കായലും കായലിൻ്റെ പരിസരങ്ങളും അതുപോലെ തന്നെ കായൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്കും ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾക്ക് ആ സ്ഥലങ്ങളുടേതായ പ്രത്യേകതകളും കാര്യങ്ങളും കണ്ടെത്താനും പോകാനൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് എൻട്രി പാസിൻ്റെ വിവരങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വീഡിയോ ക്യാമറ അതിനൊക്കെ ചാർജ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചാർജ് അവർ ഈടാക്കണില്ല കേട്ടോ. വയലപ്ര പരപ്പ ടൂറിസം പദ്ധതി എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഉദ്ഘാടനത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതാണ് ആ കവാടത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ആർച്ച് പോലെ ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്ന് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓരോ ഭാഗം ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാത്റൂമും സൗകര്യങ്ങളൊക്കെയാണ് ആ നേരത്തെ കാണുന്നത്. അതിനുശേഷം ഇങ്ങനെ ഇവിടെ ചെറിയൊരു തട്ടുകട പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കിവിടെ സന്ധ്യാസമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇത് നമ്മൾ തിരിച്ച് വരുമ്പോഴുള്ള ഭാഗം ഞാൻ ഒന്നും കൂടി എടുത്തുനിന്ന് മാത്രം കേട്ടോ. എൻട്രൻസിൻ്റെ ഭാഗം ആ തിരിച്ച് വരുന്നോട്ട് എടുത്തുനിന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ കാണാൻ സന്ധ്യാസമയത്ത് നല്ല രസമായിരിക്കും അല്ലേ. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരിക്കാനൊക്കെ രസമായിരിക്കും. കണ്ടിങ്ങനെ പലകകളാണ് ഇട്ടേക്കുന്നത്. തെങ്ങിൻ്റെ തടികളാണ് കായലിൽ നമുക്ക് തൂണുകളായിട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മരപ്പലകകളാണ് നിരത്തിയിരിക്കുന്നത്. ബോട്ടിംഗ് സൗകര്യം അവിടെ ഉണ്ട്. കുട്ടികൾക്കുള്ള ബോട്ടിംഗ് സൗകര്യം നമുക്ക് ലെഫ്റ്റ് സൈഡിലും നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലും വലിയവർക്കുള്ള ബോട്ടിംഗ് സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ ആ ബോട്ടൊക്കെ അവിടെ നിർത്തിയേക്കാണ്. ഉച്ച സമയമായതുകൊണ്ട് ആളുകൾ ബോട്ടിങ്ങിനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസം. അപ്പോൾ ആ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഞെക്കിക്ക് പേടിയായിട്ട് അവൻ നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ കായലിങ്ങനെ മൊത്തം കാണുമ്പോൾ നല്ലൊരു രസം കാണാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കരിമ്പിൻ ജ്യൂസുകൾ, അതുപോലെ ജ്യൂസുകൾ പല ടൈപ്പുകൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്കുകൾ എല്ലാം ഉണ്ട് കേട്ടോ. സ്നാക്സൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളത് കൂടെ നടക്കുമ്പോൾ കണ്ട ഒരു നമ്മൾ കരയിലേക്ക് വീണ്ടും ഞാൻ കാണിച്ചെന്ന് മാത്രം. അതുപോലെ ഓരോ തെങ്ങിൻ്റെ കുറ്റികളും നിൽക്കുന്നുണ്ടല്ലോ, അതിൽ കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷികൾ ഇങ്ങനെ ഇതിങ്ങനെ ചിറക് വിരിക്കുന്നതും അവർ പറന്നു വരുന്നതും കാണാനൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു. പറ്റുന്ന പോലെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഏത് നാട്ടിലാണെങ്കിലും എന്ത് സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും അത് വൃത്തിയായി സൂക്ഷിക്കാനും കൊണ്ട് നടക്കാനും അത് ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രം പോരാ, നമ്മളാൽ പോലെ ചെല്ലുന്ന ആളുകളും അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എപ്പോഴും അതിനെ നോക്കാനും കാണാനൊക്കെ ആയിട്ട് ഒരാളുണ്ടായിരിക്കും. കണ്ടോ, സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങണേ ഉള്ളവർ കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉച്ച സമയത്തോട് കൂടിയിട്ടാണല്ലോ അപ്പോൾ ഉണ്ടാക്കി തുടങ്ങണേ ഉള്ളൂ. പിന്നെ അതായത് ഇതുപോലെ ഇങ്ങനെ അവിടെ പുഴയിലേക്ക് കുറച്ച് നേരം കായലിലേക്ക് കുറച്ച് നേരം നമുക്ക് നോക്കി നിൽക്കാൻ സൗകര്യമുണ്ട്. അതുപോലെ ബോട്ടുകളൊക്കെ അവിടെ നിന്നിട്ട് അവർ കാലത്ത് ചിലപ്പോൾ ഓട്ടൊക്കെ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുവരെയും ഓരോ സൈഡിൽ മരപ്പലകകൾ ഇട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ സമയമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഇതാണ് മൊത്തത്തിൽ. അവിടെ ഒരു കൊറ്റിയാണോ എന്താണെന്ന് അറിയില്ല, കണ്ടാൽ തെങ്ങിൻ്റെ കുറ്റിയുടെ മുകളിലിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കുറേ സമയം ചിറക് വിടർത്തുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കണ്ടപ്പോഴാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം എത്രയോ ദൂരം ഇങ്ങനെ നമുക്ക് നടന്നിങ്ങനെ വരാം. അപ്പോൾ വെയിലൊന്നും കൂടില്ല. ഇനിയിപ്പോൾ ഏത് ഉച്ച സമയമാണെങ്കിലും വെയിലില്ല കേട്ടോ. അപ്പോൾ അവിടെ ഷീറ്റൊക്കെ മേഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഇതിങ്ങനെ നടന്ന് അവിടെ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് കേട്ടോ. അതുപോലെ തന്നെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ കല്ലുകൊണ്ട് ഒരു വയലപ്ര എന്നുള്ളതിന് ഷോർട്ട് ഫോം ആക്കിയിട്ടിട്ടേക്കാണ് കേട്ടോ. അങ്ങനെ ഇട്ട സ്ഥലത്ത് നമ്മളിപ്പോൾ ഓരോ ആൾക്കാരെ എടുക്കേണ്ട വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ അതായത് തൊപ്പികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ചെല്ലണതല്ലേ. പിന്നെ കഥാബുക്കുകൾ അങ്ങനെയൊക്കെ വിൽക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓരോരുത്തർ സാധനങ്ങൾ പുറത്തേക്ക് വെക്കാൻ തുടങ്ങി. ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഉള്ളത്. അതുപോലെ മുകളിലുണ്ട്. നമ്മളിങ്ങനെ ചെന്ന എൽ ഷേപ്പിലാണ്. അപ്പോൾ ആ അറ്റത്തേക്ക് അതിങ്ങനെ ഞാൻ നിങ്ങൾക്കായി കാണിച്ചു എന്ന് മാത്രം. കണ്ടവിടെ ബോട്ടിങ്. അപ്പോൾ രാവിലെ ബോട്ടൊക്കെ ഓടിക്കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ എന്തൊക്കെയോ സർവീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കുറേ സമയം നമുക്കവിടെ ചിലവഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കങ്ങനെ ഇരിക്കാം. ഇത് ഇങ്ങനെ ബോട്ടിൻ്റെ അവിടേക്കുള്ള വഴിയാണ്, നമ്മൾ ബോട്ട് കയറാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള വഴിയാണ്. അപ്പോൾ അവിടെയും ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ തോരണങ്ങളൊക്കെ ധാരാളമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് കാറ്റിലിങ്ങനെ ആടുന്നത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കണമെന്ന് മാത്രം, എനിക്ക് ചെറുതായിട്ട് ചുമയൊക്കെ ഇട്ടിട്ടാ, എന്നാലും കുറവുണ്ട്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചുമ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബോട്ടിൻ്റെ അവിടെ ഞാൻ പോയിട്ട് വെറുതെയൊക്കെ ഒന്ന് എടുത്തു. ഇവിടുന്ന് ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഐസ്ക്രീമൊക്കെ വിൽക്കണ ഒരു കട പോലെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ വന്നിട്ടൊരാൾ സ്വിച്ച് ഇടുന്ന കണ്ടു കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിന് മുൻപ് ഞാൻ പോയിട്ട് ഈ കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വെറുതെ അത് ഭംഗിക്ക് ഉണ്ടാക്കി വെച്ചെടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നിട്ട് ഈ സ്വിച്ച് ഇടുന്നുണ്ടത്. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് കാഴ്ച കാണാനായിട്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്തേക്കാണ് ഭംഗിക്കായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിലുണ്ട്. അപ്പോൾ ഇതേ ഇങ്ങനെ മരത്തിൻ്റെ തട്ടുകളാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ കേട്ടോ. ചില പലകകൾ ഇത്തിരി നീളത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എൽ ഷേപ്പിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാക്കി. ഇത് ബോട്ടാണ് കേട്ടോ. ബോട്ട് ഞാൻ വീണ്ടും വേറെ ബോട്ടാണ്. അപ്പോൾ അടിയിൽ കണ്ടില്ലേ 2 ബോട്ടുകൾ, സാധാ ബോട്ടുകൾ വെച്ച് അതിൻ്റെ മീതെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അവിടെ ഡൈനിങ് ടേബിളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് കാണിക്കാൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് വീണ്ടും ഒന്ന് പോയതാട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളുണ്ട്, പിന്നെ ടീപ്പോയ് ഉണ്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ആ ബോട്ടിൻ്റെ അടിയിലാണ്, 2 ബോട്ടിൻ്റെ മീതിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തു എന്ന് മാത്രം വീഡിയോ. അതുപോലെ തന്നെ വീണ്ടും നമ്മളിങ്ങനെ എത്ര ദൂരം അങ്ങനെ പോയിട്ടാണ് കേട്ടോ, എത്രത്തോളം സമയം അങ്ങനെ നടന്നു എനിക്ക് ഓർമ്മ വരണില്ല. എന്തായാലും അങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ കല്ല് കൊണ്ട് കെട്ടിയൊരു ഭാഗമുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റാളുകൾ ഓരോ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ ബജ്ജി വേണോ ചായ വേണോ എന്നൊക്കെ ചോദിക്കും. കാരണം കച്ചവടം തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ കച്ചവടം വേണം എന്നുള്ളതാണല്ലോ എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുമ്പോൾ അവർക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങി, 11 മണിയോടെ കൂടിയിട്ട് ഉണ്ടാക്കി തുടങ്ങി തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലണ സമയത്ത് അത്ര തിരക്കില്ലാത്ത, അപ്പോൾ 2 വേസ്റ്റ് ഇടാനൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് നാട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും, ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാനേജർമാർ 2-3 മാനേജർമാരുണ്ടാവും. കാരണം അതുപോലെ തന്നെ PR ഉണ്ടാവും. അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ സെക്ഷനിലേക്ക് ഓരോരുത്തരിട്ടുണ്ടാവും ആ ഭാഗങ്ങളിൽ. അപ്പോൾ അങ്ങനെ നോക്കാൻ നിർത്തിയ ആൾക്കാർക്കാവും ചിലപ്പോൾ ഫൈൻ ഈടാക്കുക, അല്ലെങ്കിൽ അവരെ ചീത്ത പറയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുന്ന കാരണം. എന്നാലും അവിടെ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകളുണ്ടെങ്കിലും അങ്ങനെ നന്നായിട്ട് നോക്കി പോകാനായിട്ട് പറ്റും. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്ന നമ്മളെപ്പോലുള്ള വ്യക്തികളാണ് ഇതൊക്കെ വൃത്തികേടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ഏത് നാട്ടിലാണെങ്കിലും നാശാക്കുന്നത് ഇങ്ങനെ കാണാൻ വരുന്ന ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ അതും വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതായത് ഇവിടെ ജ്യൂസുകൾ, കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ നിറയെ പേര് വന്നിരുന്ന് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ചെടികളൊക്കെ വെച്ചത് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞു കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാനത് അങ്ങനെ വെറുതെ ഭംഗിക്ക് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് പോവാട്ടോ, ഇങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഇതിലേക്ക് നടപ്പാതയിലേക്ക് തന്നെ വരാൻ പറ്റും. അപ്പോൾ അതൊന്നും ഞാൻ വെറുതെ അങ്ങനെ എടുത്തു എന്ന് മാത്രം. അതുണ്ട് കല്ല് കൊണ്ട് എടുത്തത് ഞാൻ ആദ്യം ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് അവിടെ അതിൻ്റെ ആൾ വന്നിട്ട് സ്വിച്ചൊക്കെ ഇട്ടിട്ട് മോട്ടർ ഇട്ടിട്ട് പോണത് കേട്ടോ. അപ്പോൾ വെള്ളം ചാടിയപ്പോൾ ഞാൻ വീണ്ടും എടുത്തു. കണ്ടോ, ഇതും കൂടെ ഇങ്ങനെ വന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ വീണ്ടും ആ നടപ്പാതയിലേക്ക് തന്നെ എത്തും. അപ്പോൾ കണ്ടോ, ഈ മരങ്ങൾ ഇങ്ങനെ കായലിലേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ തെങ്ങിൻ തടികളാണ് കുറ്റികളായിട്ട് നിർത്തിയേക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് അങ്ങനെ നേരെ പോകുമ്പോൾ പാർക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കായലിൽ കൂട്ടുള്ള നമ്മുടെ സവാരി ഇവിടെ അവസാനിക്കും കേട്ടോ. കാരണം അവിടുന്ന് തുടങ്ങിയിട്ട് ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്ന് കണ്ടോ, ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്ന് പിന്നെ നമ്മുടെ ബാക്കിൽ അവിടെയാണ് പാർക്ക് ഞാൻ കാണിക്കാം. അതിന് മുൻപ് ഇതൊന്നും കൂടി ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു VP കണ്ടോ,
പാർക്ക് പാർക്ക്, ഐ ലവ് വിപ്ര പാർക്ക് എന്ന് പറഞ്ഞ വയലപ്ര പാർക്ക് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്നും കൂടിയൊക്കെ ഞാൻ എടുത്തു. നമുക്ക് സമാധാനപരമായിട്ടും സന്തോഷമായിട്ടും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ പോവാനും കാണാനും കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോകാനും ആസ്വദിക്കാനും നല്ലൊരു വെള്ളം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോട്ടർ ഇട്ടു, അവിടെ സ്വിച്ച് ഇട്ടു, അപ്പോൾ വെള്ളം വന്നപ്പോൾ ഞാൻ വീണ്ടും എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതാണിത്. പിന്നെ സന്ധ്യയ്ക്കൊക്കെ വന്ന് നല്ല രസമായിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ പോയിട്ട് ഇതിനായിട്ട് പോയതല്ലല്ലോ. നമ്മൾ പറശ്ശിനിക്കടവ് പോയപ്പോൾ അവിടുന്ന് പിന്നെ തിരിച്ച് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ വന്നു. അപ്പോൾ പാർക്കിലേക്കുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. ഇത് തൂക്കുപാലാണ്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെയിലായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുത്തില്ല, കാരണം വെയിലത്ത് കൂടെ എനിക്ക് നടക്കാൻ വയ്യ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും എടുത്തില്ല. എന്നാലും ആ പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ പങ്കുവെക്കുന്നുണ്ട്. കാരണം വയലപ്ര പാർക്ക് എന്ന് അവിടെ കാണുക മാത്രമല്ല, കായലിൻ്റെ അറ്റം വരെ വന്നിട്ട് ഇത്രയും ദൂരം നടന്ന് വന്നിട്ട് പിന്നെ ഞാൻ പാർക്ക് എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് ഓരോ മൃഗങ്ങളുടെയും അതുപോലെ ഓരോ കാറുകൾ അങ്ങനെ ഓരോന്നിൻ്റെയും ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും കേട്ടോ. ആ ശബ്ദങ്ങൾ അതാണ് എല്ലാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ശബ്ദങ്ങൾ കുട്ടികൾക്ക് അതൊരു കൗതുകം തന്നെയാണ്. അതുപോലെ അവിടെ നിന്ന് നമ്മൾ അതൊരു ഹാള് പോലെയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുതിര പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, പാർക്കിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ റൗണ്ട് അടിക്കുന്നത്, അത് ആന, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ വലിയവർ അവിടെ ഇരുന്നിട്ട് തണലത്തിരുന്ന് കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടെയും ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. കാണാനും നമുക്ക് സ്വല്പസമയം ചിലവഴിക്കാനും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇനിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, പോയവർക്ക് പിന്നെ അറിയുണ്ടാവുമല്ലോ. പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂർ വരെ പോകേണ്ടതുണ്ടെങ്കിൽ ഈ വയലപ്ര കായലും ഒക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ പാർക്കും അവരുടെ കളിപ്പാട്ടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ കണ്ണൂരത്തെ ഈ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. പിന്നെ പാർക്കിൽ നമ്മൾ അധിക സമയം ചിലവഴിച്ചില്ല. ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും കായലിൽ കൂടെ നടക്കുന്നത്, അതായത് തെങ്ങിൻ തടികളുടെ തൂണ് കൊണ്ടുണ്ടാക്കിയിട്ട് മരപ്പലക വെച്ചിട്ട് നമുക്ക് നടപ്പാതകൾ ഉണ്ടാക്കിയിട്ട് ആ ഷീറ്റൊക്കെ മേഞ്ഞ കാരണം വെയിലൊന്നും കൊള്ളൂല, നടക്കാനും സുഖമാണ്. ഏത് വേനൽക്കാലത്താണെങ്കിലും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു കാഴ്ചകൾ, ഒരു സന്തോഷം, മനസ്സിനൊരു കുളിർമയും സന്തോഷവും ഒക്കെ നൽകുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാണ് തൂക്കുപാലം ഞാൻ കാണിച്ചത്. അതവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത് കൂടെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ വയലപ്ര കായലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരികയാണ്. എൻട്രൻസിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്കൊന്നും ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു സന്ധ്യാസമയത്താണെങ്കിൽ നല്ലപോലെ നമുക്ക് ആസ്വദിക്കാനും കാണാൻ ഭംഗിയും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ.